ഹായ് ഡിയേഴ്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് 3-4 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് ഇടാവുന്ന ഒരു ക്രോപ്പ് ടോപ്പും സർക്കിൾ അംബ്രല്ലയുടെയും ഒരു കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മീറ്റർ ലൈനിങ് തുണിയും 1 മീറ്റർ മെയിൻ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. ഇതൊരു കോംബോ ഡ്രസ് മെറ്റീരിയലാണ്. ഇതിൻ്റെ ചുരിദാർ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കസിൻസ് കോംബോ ആയിട്ടാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്രോപ്പ് ടോപ്പും സ്കേർട്ടും തയ്ക്കാൻ തന്നിട്ടുള്ളത്. 1 മീറ്റർ തുണിയിൽ സ്കേർട്ട് മാത്രമാണ് തയ്ക്കാൻ പറ്റുന്നത് കേട്ടോ. ക്രോപ്പ് ടോപ്പ് തയ്ക്കാനായിട്ട് 1/2 മീറ്റർ തുണി വേറെ വേണ്ടി വരും. അപ്പോൾ സ്കേർട്ട് തയ്ക്കുന്ന കാര്യമാണ് 1 മീറ്റർ തുണി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 മീറ്റർ തുണി മതിയോ സ്കേർട്ട് തയ്ക്കാൻ എന്ന് നിങ്ങൾ ചോദിക്കും. മതിയാകും. കാരണം നമ്മൾ എടുക്കുന്നത് ക്രേപ്പ് മെറ്റീരിയലോ ഷിഫോൺ മെറ്റീരിയലോ ജോർജറ്റ് മെറ്റീരിയലോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് 1 മീറ്റർ മതി. കാരണം കട്ട് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ എല്ലാം വീതി കൂടുതലുള്ള തുണികളാണല്ലേ. അപ്പം നമുക്ക് കടയിൽ പോയി നോക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല വിരിച്ചിലുള്ള തുണിയായിരിക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന തുണികളൊക്കെ. അപ്പോൾ നമുക്ക് 1 മീറ്റർ തന്നെ ധാരാളമാണ് ഈ 3-4 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് ഇടാനായിട്ട്. ഇത് ഫുൾ സ്കേർട്ടായിട്ട് കിട്ടത്തില്ല കേട്ടോ. ഫുൾ സ്കേർട്ടല്ല, ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ നമുക്ക് സ്കേർട്ട് എങ്ങനെയാണ് ഇടുന്നത്, നമുക്ക് അത്ര ലെങ്ത് അല്ല, മുട്ടിൻ്റെ അവിടം വരെയുള്ള സ്കേർട്ടായിരിക്കും നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ഇടുന്നത്. അപ്പം അതിൻ്റെ ഒരു മെഷർമെൻറ്റാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കാരണം മിഷൻ വീട്ടിലുണ്ട്, എന്നാൽ തയ്ക്കാൻ ചെറിയതായിട്ട് അറിയുകയും ചെയ്യാം, അങ്ങനെയുള്ളവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോസാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ പോയിൻറ്റും എടുത്തെടുത്ത് പറയുന്നത്. ചിലവർക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കും, അപ്പോൾ അവർക്ക് തയ്ക്കണമെന്ന ആഗ്രഹവും കാണും. അതുകൊണ്ടാണ്. അപ്പം അറിയുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഇരുന്ന് കാണുക. ആദ്യം നമുക്ക് ഈ തുണി 4ആയിട്ട് മടക്കിയിടാം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ നിങ്ങൾ നോക്കിയാൽ മതി. കാരണം ഞാൻ പറഞ്ഞു പോയപ്പോഴത്തേക്ക് വീഡിയോ അങ്ങ് പോയി കഴിഞ്ഞു. അപ്പോൾ 4ആയിട്ട് നമ്മൾ ഈ തുണി ഇങ്ങനെ മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം കോർണർ, അതായത് ഇത് ഓപ്പൺ ഭാഗമുണ്ട്, ക്ലോസ്ഡ് ഭാഗവും ഉണ്ട്. അപ്പം ക്ലോസ്ഡ് ഭാഗമാണ് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യേണ്ടത്. ഓപ്പൺ ഭാഗത്തല്ല മെഷർമെൻറ്റ് വരുന്നത്. ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന 2 ഭാഗമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് മടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഈ 2 ഭാഗമാണ്, അതായത് മേളിലും സൈഡിലുമായിട്ടാണ് ക്ലോസ്ഡ് ഭാഗം വന്നിരിക്കുന്നത്. അപ്പോൾ ആ ക്ലോസ്ഡ് ഭാഗത്താണ് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാനുള്ളത്. ഇനി ഞാൻ കാണിക്കുന്നത് പോലെ ഈ കോർണർ ഭാഗത്ത്, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള 2 ഭാഗത്തായിട്ടൊരു കോർണർ വരുന്നുണ്ട്. ആ കോർണർ ഭാഗത്ത് നമുക്ക് ടേപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ആ കോർണർ ഭാഗത്ത് നിന്നാണ് നമ്മൾ അളവ് എടുത്തു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കോർണർ ഭാഗത്ത് നമുക്ക് ഈ ടേപ്പ് വെച്ചതിന് ശേഷം തുണിയുടെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. അതായത് നമ്മൾ മെഷർമെൻറ്റ്, അതായത് കുട്ടികൾക്ക് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. ആ മെഷർമെൻറ്റ് ഈ തുണിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞു 1 മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ തുണി നമ്മൾ 4ആയിട്ട് മടക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് മാക്സിമം 20-21 ഇഞ്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. 20 ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ നമുക്കതിൽ നീളം കിട്ടുന്നത് 13 ഇഞ്ചായിരിക്കും. അതായത് വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ തുണി കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 13 ഇഞ്ചാണ് കിട്ടാൻ പോകുന്നത്. അപ്പം ഇതിൽ കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ മീറ്റർ കൂട്ടണം. അതായത് 1 മീറ്ററിന് പകരം 1.5 മീറ്റർ ആക്കണം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോർണറിൽ നിന്ന് ഞാൻ 20 ഇഞ്ച് അടയാളപ്പെടുത്തുവാണേ. അപ്പം നമുക്ക് കോർണർ ടു കോർണർ വരെയും 20 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊണ്ടുപോകാം. ഒരിക്കലും മേളത്തെ കോർണറിലെ അളവ് മാറിപ്പോകരുത്. അതായത് കോർണറിൽ നമ്മൾ ടേപ്പ് വെച്ചിരിക്കുന്നത് ആ പൊസിഷനിൽ നിന്ന് മാറാൻ പാടില്ല. അങ്ങനെ മാറുകയാണെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന മാർക്കിങ് തെറ്റിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ആ മാർക്കിംഗ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ജോയിൻ ചെയ്ത ആ മാർക്കിങ്ങിലൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കോർണറിൽ നിന്നും താഴേക്ക് ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. 6 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൽ നിന്ന് നമുക്ക് താഴേക്ക് അളന്ന് നോക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാവേ.
അതായത് നമുക്കൊരു 14 ഇഞ്ച് കിട്ടും. 14 ഇഞ്ച് വരുന്നത് എന്ന് വെച്ചാൽ 1 ഇഞ്ച് നമുക്ക് താഴെ മടക്കി അടിക്കാൻ വേണമല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്താണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മടക്കി അടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 13 ഇഞ്ചായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കോർണറിൽ നിന്ന് 6 ഇഞ്ച് അടയാളപ്പെടുത്തി. ആ 6 ഇഞ്ച് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെയും 6 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി എടുക്കുക. 6 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോഴും കോർണറിൽ വെച്ചിരിക്കുന്ന പോയിൻ്റ് മാറിപ്പോകാതെ തന്നെ അടയാളപ്പെടുത്തി എടുക്കാൻ ശ്രദ്ധിക്കണേ. കാരണം അത് മാറിപ്പോവാണെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന മാർക്കിങ് തെറ്റിപ്പോകും. അങ്ങനെ തെറ്റിപ്പോകുമ്പോഴത്തേക്കും കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയെന്ന് വരില്ല. മാർക്കിങ് കഴിഞ്ഞു, ഇനി നമുക്കത് ജോയിൻ ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിതൊന്ന് നിവർത്തിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് വന്നിരിക്കുന്നതെന്ന്. കണ്ടു, ഇതുപോലെ ഫുൾ സർക്കിളായിട്ടായിരിക്കും നമുക്ക് ഈ അംബ്രല്ല കിട്ടുന്നത്. ഇതിന് സൈഡ് ജോയിൻറ്റ് വരില്ല, അതായത് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. താഴെയും സ്റ്റിച്ച് കൊടുക്കണം, വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെയും സ്റ്റിച്ച് കൊടുക്കണം. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. മെയിൻ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുന്നത് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മടക്കിയിട്ട് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം കോർണർ ടു കോർണർ, ഓപ്പൺ ടു ഓപ്പൺ ആണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ക്ലോസ്ഡ് ആയിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ അളവ് എടുക്കേണ്ടത്. ഓക്കെ, ഇത് മെയിൻ ലൈനിങ് ക്ലോത്തിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ വീണ്ടും പറഞ്ഞ് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. അപ്പം അല്ലെങ്കിൽ നമ്മൾ ആ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തതെടുത്ത് ഈ മെയിൻ ക്ലോത്തിൻ്റെ പുറത്ത് വെച്ച് അത് മെഷർമെൻറ്റ് ചെയ്ത് കട്ട് ചെയ്താലും മതി. ഒരു കാര്യം മാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി, ലൈനിങ് ക്ലോത്തിൽ നമ്മൾ മെഷർമെൻറ്റ് ചെയ്തതിൽ നിന്ന് 1 ഇഞ്ചും കൂടെ കൂടുതലെടുത്തിട്ട് വേണം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട്. അതായത് ലൈനിങ് അതിൻ്റെ അടിയിലോട്ട് നിൽക്കണം, താഴോട്ട് തള്ളി നിൽക്കാതെ മുകളിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മെയിൻ ക്ലോത്തിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് വേണം നമ്മൾ മെയിൻ ക്ലോത്ത് വെട്ടിയെടുക്കാൻ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ മെഷർമെൻറ്റ് ചെയ്യുവാണ്. അവിടെ ഒരു മാറ്റമില്ല. നമ്മൾ ലൈനിങ് ക്ലോത്തിൽ 6 ഇഞ്ചാണ് എടുത്തത്, അത് തന്നെയാണ് മെയിൻ ക്ലോത്തിലും എടുക്കേണ്ടത്. അതായത് മെയിൻ ക്ലോത്തിലും 6 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. മെയിൻ ക്ലോത്തും ഞാനൊന്ന് വിരിച്ച് കാണിക്കാം. കണ്ടോ, മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോഴത്തേക്കും ആ വേസ്റ്റ് റൗണ്ട് ഒരേ അളവിൽ തന്നെ നിൽക്കണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് അത് അടിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് ബാൻഡാണ്. വേസ്റ്റ് ബാൻഡിൻ്റെ വീതി 3 ഇഞ്ചും നീളം നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്തെടുത്ത ആ ചുറ്റളവ് മൊത്തത്തിൽ മെഷർമെൻറ്റ് ചെയ്യുക. ആ മെഷർമെൻറ്റ് ചെയ്ത് കിട്ടുന്നതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെഷർമെൻറ്റാണ് വേസ്റ്റ് ബാൻഡിൻ്റെ നീളമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്ത് മാറ്റുവാണേ. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ കട്ടിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹോൾട്ടർ നെക്ക് ക്രോപ്പ് ടോപ്പാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 12 ഇഞ്ച് ഇറക്കമുള്ള തുണിയും 10 ഇഞ്ച് വീതി, അതായത് ഒരു സൈഡ് 10 ഇഞ്ചാണ്. അപ്പോൾ മൊത്തവും 20 ഇഞ്ച് വീതി വരുന്ന തുണിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് 2ആയിട്ട് മടക്കി ഇടുമ്പോഴത്തേക്കും ചെസ്റ്റിൻ്റെ അവിടെ 10 കിട്ടണം. ഓക്കെ, അത് നിങ്ങളുടെ ചെസ്റ്റ് അളവ് പോലെ ഇരിക്കും എത്ര വീതി വേണം എന്നുള്ളത്. ഇനി നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാം. കഴുത്തിൻ്റെ വീതി 2 ഇഞ്ചും കഴുത്തിന് ഇറക്കം 5 ഇഞ്ചുമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ഒരുപാട് തുറന്ന കഴുത്തല്ല, എന്നാൽ നല്ലതുപോലെ ഒതുങ്ങിയ കഴുത്തുമല്ല, ഒരു മീഡിയം ടൈപ്പ്, അതായത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, കഴുത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എന്നാൽ കാണാൻ ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു കഴുത്താണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ 2 ഇഞ്ച് വീതിയും 5 ഇഞ്ച് ഇറക്കവും കൊടുത്തിരിക്കുന്നത്. ഇനി ഷോൾഡറിന് നമ്മൾ കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് വീതിയാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ആം ഹോളിന് നമ്മളിവിടെ 5 ഇഞ്ച് ഇറക്കമാണ് കൊടുക്കേണ്ടത്. കാരണം ഇത് ബാക്കിൽ കെട്ട് വരുന്ന ടൈപ്പിലാണ് ഈ ഹോൾട്ടർ നെക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആം ഹോള് ഒരുപാട് ഞെരുങ്ങാനും പാടില്ല, എന്നാൽ ഒരുപാട് തുറന്നു പോകാനും പാടില്ല. അപ്പോൾ നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് കൊടുക്കണം.
ചെസ്റ്റ് അളവ് എനിക്ക് തന്ന കുട്ടിയുടെ അളവനുസരിച്ച് 6.5 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. അപ്പോൾ 6.5 ഇഞ്ചിൻ്റെ കൂടെ സീം അലവൻസായിട്ട് ഞാനൊരു 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1.5-2 ഇഞ്ച് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ചെസ്റ്റ് അളവ് 6.5 ഇഞ്ചും അതിൻ്റെ കൂടെ സീം അലവൻസായിട്ട് 1.5 ഇഞ്ചും എടുക്കാം. ഹോള് കുഴിച്ചു വെട്ടാനായിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു കർവ് വരച്ചെടുക്കാവേ. അപ്പം ഷേപ്പിംഗ് സ്കെയിൽ വെച്ച് നമുക്ക് ഈ കർവ് വരച്ചെടുക്കാം, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് നെക്കിന് ഷേപ്പ് വരച്ചെടുക്കാം. ഞാനൊരു ഹാർട്ട് ഷേപ്പ് നെക്കാണ് വരയ്ക്കുന്നത്. ഒരുപാട് അടുപ്പിച്ച് വരയ്ക്കരുത്, കുട്ടികൾക്ക് ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഞാൻ വരയ്ക്കുന്നത് പോലെ കുറച്ച് വലുതായിട്ട്, എന്നാലും വിരിച്ചല് വരാനും പാടില്ല. അങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മളിത് വരച്ചെടുക്കാനായിട്ട്. ഞാനിതിൽ വരയ്ക്കുന്നത് പോലെ വരച്ചെടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് നമുക്ക് നെക്ക് അടിച്ചെടുക്കാൻ പറ്റുമേ. ഇനി ടോപ്പിന് താഴെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താവേ. 6 ഇഞ്ചാണ് എനിക്ക് വേസ്റ്റ് റൗണ്ടായിട്ട് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം നമ്മളിവിടെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താൻ. നമ്മുടെ മെഷർമെൻ്റ് എല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റാവേ. ഇനി നമുക്ക് ഈ മെഷർമെൻ്റ് എല്ലാം തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കും നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കുറച്ച് വീതി നമ്മൾ കുറച്ച് കൊടുക്കണം. അതായത് ഹാൾട്ടർ നെക്കാണ്, അപ്പോൾ ബാക്കിൽ കെട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആ കെട്ടിനനുസരിച്ചുള്ള വീതി ആയിരിക്കണം നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഷോൾഡറിൻ്റെ വീതി നമ്മളിവിടെ കുറച്ചെടുക്കുന്നത്. നമ്മളിവിടെ നേരത്തെ ഷോൾഡർ 2.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരുന്നത്. 2.5 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ച് കുറച്ച് 1.5 ഇഞ്ചാക്കി അടയാളപ്പെടുത്തുക. അതിനുശേഷം ഞാൻ വരയ്ക്കുന്നത് പോലെ ഷോൾഡറിൻ്റെ ഭാഗം അകത്തോട്ട് കയറ്റി വരച്ചെടുക്കുക. ആം ഹോളിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും കുഴിച്ച് വരയ്ക്കാതെ നേരത്തെ നമ്മൾ വെട്ടിവെച്ചിരുന്ന അതേ അളവിൽ തന്നെ വരച്ചെടുക്കണേ. ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോപ്പ് ടോപ്പിൻ്റെ ഭാഗം നമ്മൾ ഫ്രണ്ടിലൊരു ആലിയ കട്ടിൻ്റെ കട്ടിങ് കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 10.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ മെയിൻ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവുണ്ടല്ലോ, അവിടെ വരെ ഞാനിതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ആലിയ കട്ടിൻ്റെ കട്ടിങ് അറിയാം. അപ്പോൾ അതുപോലെ ഞാൻ ഇവിടെ ചരിച്ച് വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്രോപ്പ് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാവേ. ബാക്ക് പോർഷന് നമുക്ക് വലിയ കട്ടിംഗ് ഒന്നുമില്ല. ബാക്ക് പോർഷന് 2 രീതിയിൽ വെക്കാം. ഒന്ന് സിബ് വെക്കാം, ഇല്ലെങ്കിൽ ബട്ടൺസ് അല്ലെങ്കിൽ ഹുക്ക്. ഇങ്ങനെ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ കസ്റ്റമർ ഏതാണ് പറയുന്നത് വെച്ചാൽ അത് വെക്കുക. ഞാനിവിടെ ഹുക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹുക്കാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാനും പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണിയുടെ ഇറക്കം 7 ഇഞ്ചും അതിൻ്റെ വീതി ഒരു സൈഡ് 8 ഇഞ്ചുമാണ്. അപ്പോൾ ഒരു സൈഡിൻ്റെ ഭാഗമാണ് 8 ഇഞ്ച്. അപ്പോൾ 2 സൈഡ് ആകുമ്പോഴത്തേക്കും 16 ഇഞ്ച് നീളത്തിലുള്ള തുണിയായിരിക്കണം നമുക്ക് വേണ്ടത്. അതിൻ്റെ മെയിൻ ക്ലോത്തും ഞാൻ അതേ അളവിൽ തന്നെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് അളവാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ എടുക്കുക. ആ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ബാക്ക് പോർഷൻ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആം ഹോളിന് താഴെ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ബാക്ക് പോർഷൻ നിൽക്കേണ്ടത്. ഞാൻ വെക്കുന്നത് കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമ്മുടെ ബാക്ക് പോർഷൻ വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്കിൾ അംബ്രല്ലയുടെയും ക്രോപ്പ് ടോപ്പിൻ്റെയും മെഷർമെൻറ്റും കട്ടിങ്ങും ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഉടൻ തന്നെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു, ബൈ.